അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് പറയുന്നതെങ്കിലോ, നമ്മൾക്ക് ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അഫർമേഷനെക്കുറിച്ചും മാനിഫെസ്റ്റേഷനെക്കുറിച്ചും. ഇതെല്ലാം കണ്ട് കണ്ട് തല വരുത്തിയിരിക്കുന്ന നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെ, ഫോൺ തുറന്നാലും യൂട്യൂബ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പം മാനിഫെസ്റ്റേഷനും മെഡിറ്റേഷനും യോഗ എന്ന് വേണ്ട, ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് മാത്രം എന്താ നടക്കാത്തത് എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്നല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണുകയും നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക, കേരളത്തിലെന്ന് മാത്രമല്ല മിക്ക ആൾക്കാരുടെയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവസാനം ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇതിൻ്റെയൊക്കെ അവസാനം ഒന്നേ ഉള്ളൂ. നമ്മളെപ്പോഴാണോ നമ്മളെ സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് ലിങ്ക് ആവുന്നത്, കണക്ഷൻ ആവുന്നത്, ആ സെക്കൻഡ് നമ്മളുടെ മാനിഫെസ്റ്റേഷനായാലും അഫർമേഷനായാലും ഒക്കെ ഫലത്തിൽ വന്നു തുടങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മളുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. നമ്മളുടെ മനസ്സിൽ 1000 ഡൗട്ട് വെച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, നമുക്കിപ്പോൾ ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. നമ്മൾ പറയാം, എനിക്കിന്ന് 10,000 രൂപ കിട്ടും, 10,000 രൂപ കിട്ടും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവത്തില്ല. അതേസമയം നമ്മൾ ഒരു 2 മിനിറ്റ് നേരം നന്നായി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളോട് പറയുകയാണ്, നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഓക്കെ, നമ്മളോട് തന്നെ നമ്മൾ കമാൻഡ് ചെയ്യുകയാണ്, അതെ, ഇന്ന് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, അതെനിക്ക് കിട്ടും എന്ന് നമുക്കൊരു പ്രോമിസ് കൊടുത്തതിന് ശേഷം ആ പ്രോമിസിൽ നമ്മൾ 1% പോലും ഡൗട്ട് വെക്കരുത്. 1%മെങ്കിലും ആ ഡൗട്ട് നമ്മളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അവിടെ വർക്കാവാതെ പോകും. അതേസമയം 100% കോൺഫിഡൻസോടു കൂടി നമ്മൾ അതിനെ വിശ്വസിച്ച് നമ്മൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്തു പോവുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം തൊട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി, ആ വൈബ്രേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മളൊരു ഡൗട്ട് വെച്ചുകൊണ്ട് അതിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ ചെന്നാൽ നമ്മുടെ ആ കാര്യം നടക്കാതെ പോകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് എഴുതിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. 1 മിനിറ്റ് ആണെങ്കിൽ പോലും ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 100%, 101% വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ശേഷം ഇത് ബെഡിൽ കിടക്കുന്ന കാര്യം 100% അത് നടക്കും എന്ന് വിശ്വാസത്തോടു കൂടി കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ പറയുക, നമ്മുടെ ആവശ്യം എന്താണോ, അതിപ്പോൾ ഞാൻ 10,000 രൂപ എന്ന് പറഞ്ഞത് മണിയുടെ കാര്യം മാത്രമല്ല, എന്ത് ആവശ്യമാണെങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ കമാൻഡ് ചെയ്തതിന് നമ്മളിൽ കൊടുക്കുക. ആ ഒരു നടന്നു കഴിഞ്ഞു, നമ്മൾ എന്താണ് പിന്നീട് ഡൗട്ടില്ല, നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ എന്നിട്ട് ഓക്കെ, നമ്മൾ ആ ഒരു ട്രസ്റ്റിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളിനി എന്തു വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നടക്കും, ഉറപ്പാണ് എന്നൊരു വിശ്വാസം നമ്മൾ എവിടെ കൊടുക്കുന്നോ ആ ഒരു കാര്യം ഇനി എന്തൊക്കെ സംഭവിച്ചാലും നടന്നിരിക്കും. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കും. അപ്പോൾ ചെയ്യേണ്ടുന്ന ഈ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഇനി തൊട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയേ. ഉറപ്പായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയാലും അഫർമേഷൻ ആയാലും എന്ത് കാര്യമായാലും നടന്നിരിക്കും. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. അതേസമയം നമ്മളൊരു 1000 ഡൗട്ട് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ പറയുകയാണ്, എനിക്കിന്നൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, എന്നിട്ട് പിന്നെ ചിന്തിക്കുകയാണ്, 10,000 രൂപയോ, ആര് തരാനാ, എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ ഒരു 10,000 ഡൗട്ടും വെച്ചുകൊണ്ടിരുന്നാൽ അത് നടക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയേ.
പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടാക്കണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന് അത്യാവശ്യമായിട്ടും വേണ്ടത്. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.